നമസ്കാരം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ കേട്ടറ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സൈറ്റ് ലോഡ് ചെയ്യാൻ കുറച്ച് താമസം വരുന്നുണ്ട്. ഇതിനകത്തുള്ള ഇമേജസും കാര്യങ്ങളൊന്നും വരുന്നില്ല. KTET.Kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് നോക്കാം. നിങ്ങളുടെ കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യാം, ഏത് കാറ്റഗറിയാന്നുള്ളത് സെലക്ട് ചെയ്യാം, രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കാം, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയുന്നതാണ്. ഒരു ഇത്തിരി ഡിലേ വരുന്നുണ്ട്, ഒരു ലാഗ് വരുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും വൈകിക്കണ്ട, നോക്കുക. നമ്മുടെ ഒരുപാട് കുട്ടികൾ കേട്ടറ്റിന്റെ പരീക്ഷ എഴുതിയിരുന്നു. എല്ലാവർക്കും വിജയാശംസകൾ, എല്ലാവർക്കും കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് നമ്മളെ അറിയിക്കുക. നിങ്ങൾക്കറിയാം, പിന്നെ ഇനി LPUP-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ലഭിച്ച ആളുകൾക്ക് ഇനി ഒരു കൺഫ്യൂഷനും വേണ്ട, പഠിച്ചു തുടങ്ങിക്കൊള്ളുക. നമുക്ക് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, LPUP-യുടെ നോട്ടിഫിക്കേഷൻ ഡിസംബറിലാണ് വരുന്നത് അല്ലെ. ഡിസംബറോട് കൂടിയിട്ടാണ് അടുത്ത LPUP-യുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പൊ ഒരു കേട്ടറ്റ് കൂടി വിളിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല, ചെറിയ മാർക്കിനാണ് മിസ്സായതെങ്കിൽ ഇതേ ഫേസിൽ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് വിട്ടാതെ പിടിക്കുക. തീർച്ചയായിട്ടും അടുത്ത LPUP-യുടെ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ ഈ വരാൻ പോകുന്ന, ഇനി വിളിക്കാൻ പോകുന്ന കേട്ടറ്റിന്റെ റിസൾട്ട് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഒരു ചാൻസും കൂടിയാണ് നമുക്കുള്ളത്. അപ്പൊ ആ ചാൻസ് മിസ്സാക്കാതെ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ചെറിയ മാർക്കിനൊക്കെ മിസ്സായ ആളുകളുടെ വിഷമം മനസ്സിലാവും. പക്ഷേ അത് കാര്യമാക്കേണ്ടടാ, ആ സമയത്തിന്റെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, പിന്നെ നമ്മൾ ആ കറക്റ്റ് ട്രാക്കിലേക്ക് ഒരു ഇത്തിരിയും കൂടെ എത്താനുണ്ടെന്നുള്ളത് മാത്രം ചിന്തിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. LPUP എന്ന് പറയുന്നത് നമുക്കറിയാം 3 വർഷം കഴിയണം അടുത്ത് വരണമെങ്കിൽ അല്ലെ. അപ്പൊ അടുത്ത LPUP വരെ നിൽക്കരുത്. ഈ പ്രാവശ്യം തന്നെ നമുക്ക് LPUP എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പൊ ഇനിയുള്ള ഒരു 3 മാസം 4 മാസം തീവ്രമായിട്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ, അടുത്ത കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും എന്ന് വിചാരിക്കുന്നു. റിസൾട്ട് നമുക്ക് ഡിസംബറിന് മുന്നേ വരും എന്നുള്ളതാണ്. നോർമലി അങ്ങനെയാണ് വരാറുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. റിസൾട്ട് നോക്കിയ ആളുകൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് അറിയിക്കോ. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഏതായാലും ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടറ്റ് ഇല്ലാത്തതുകൊണ്ട് എയ്ഡഡിലും അൺഎയ്ഡഡിലും ഒക്കെ കയറാൻ വേണ്ടി ഇന്റർവ്യൂവിനൊക്കെ നിൽക്കുന്ന ആളുകൾക്കും കൂടി ഒരുപാട് പ്രശ്നമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എല്ലാവർക്കും ഉപകാരം ആവട്ടെ, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് നോക്കാനും വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.